നമ്മൾ പറഞ്ഞില്ലേ ഈ അവർ ചായം പൂശുമ്പോൾ അത് കഴുകിക്കളഞ്ഞാൽ പലരും വൃത്തികെട്ട മുഖങ്ങളൊന്നും ആലോചിക്കണം. അവർക്കെന്താ ഇപ്പോഴും അവരുടെ ഒരു അരക്ഷിതാവസ്ഥയാണ്. അതെ, അരക്ഷിതാവസ്ഥ എന്നുള്ളതല്ല, ഒരുപക്ഷെ അവരെ വേണ്ട രീതിയിൽ അവരിങ്ങനെ തൊഴിലുണ്ടാവില്ല, കാല് കഴുകി വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ അച്ഛനുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം. ആയിക്കോട്ടെ, അച്ഛനുള്ള ദേഷ്യം കൊണ്ട് പ്രതികാരം ചെയ്യുന്ന ഒരു മകൻ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് മാത്രമായിരിക്കാം. അവൻ ആണോ ശരിക്കും അറിയാം ഞാൻ ഇന്നത് ചെയ്യാൻ കാരണം പൃഥ്വിരാജ് നമ്മുടെ ക്രോസിനില്ലല്ല. സുകുമാരനോട് മലയാള സിനിമ ചെയ്ത ദ്രോഹം എല്ലാം വ്യക്തമായി മനസ്സിലാക്കിയ മകനാണ് പൃഥ്വിരാജ്. പൃഥ്വിരാജിനെ ഇല്ലാതാക്കുന്നില്ല ഇവിടെ എല്ലാം സാധിച്ചവിടെ. തൊടാൻ പറ്റുമോ? അവിടെ തൊടാൻ പറ്റിയില്ലല്ലോ. പൃഥ്വിരാജ് പിന്നെന്താ പറഞ്ഞില്ലേ, ഞാൻ ഇത്രാമത്തെ വർഷം പടം സംവിധാനം ചെയ്യും, എഴുതും, പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് അച്ചിട്ട് പോലെ നടക്കല്ലേ. ഇപ്പം എന്താ ഹിന്ദിയിൽ സിനിമ നിർമ്മിക്കാൻ പോവല്ലേ, സാമ്രാജ്യം പിടിച്ചടക്കിയില്ലേ. ആദ്യത്തെ സിനിമയിൽ ലൂസിഫറിലൂടെ തന്നെ ആൾ മാറിയില്ലേ. മൂന്നാമത്തെ പടം എമ്പുരാൻ ഇതല്ലേ. രണ്ടാമത്തെ ബ്രോഡാഡി അത് വേറെ സ്റ്റൈലുള്ള സിനിമയായിരുന്നില്ലേ. അപ്പോൾ പ്രതികാരം എന്ന് പറഞ്ഞാൽ മക്കളുടെ പ്രതികാരം എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണിത്. അവരെ തൊടാൻ പറ്റിയിട്ടുണ്ടോ? കഴിവുണ്ട്. ഇങ്ങനെ കുറേ പേരുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ നമ്മൾ പറയുന്നത് സിനിമയിൽ ഗ്രൂപ്പുകൾ, ജാതികൾ. ഞാൻ ആദ്യം ജാതിയുടെ എന്ന് പറഞ്ഞ ഒരാളല്ല. ജാതി വളരെ വ്യക്തമായിട്ട് ജാതിയുണ്ട്. അത് അറിയണമെങ്കിൽ സിനിമയുടെ എഴുതി കാണിക്കില്ലേ, ആ പേരുകൾ നോക്കിയാൽ മതി. ശരിയാണ്, ചിലർക്ക് ഇന്ന ആൾക്കാർ വേണമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ മമ്മൂട്ടി ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്? ഇത് ജാതിയുടെ പ്രശ്നം തന്നെയാണത്. അത് ഞങ്ങൾ നാണയിലും തുടങ്ങിയിട്ടുള്ളതാണ്. മമ്മൂട്ടി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് വേറൊരു സഹായം ഉണ്ടായിട്ടല്ല. മമ്മൂട്ടി വന്നു ചെറുപ്പക്കാരൻ കൊള്ളാം എന്നുള്ളത് തന്നെയാണ്. അത് വന്നു ഒരു ഇവൻ പറഞ്ഞു നമ്മളൊക്കെ ഹിന്ദുക്കളാണല്ലോ. ഞാൻ ഹിന്ദുവല്ല. സിനിമയിൽ തന്നെയുള്ള ആളാണ്. ഒരാളൊന്നുമല്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയത് ജാതിയും അതില്ലാണ്ട് വന്നിട്ട് ഞങ്ങൾ വളർന്നു. അങ്ങനെയാണത്. ഞങ്ങൾ ബേസിക് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരല്ല, പഴയ കമ്മ്യൂണിസ്റ്റുകാരാണത്. അതുകൊണ്ട് ഇവിടെ ജാതിയും മതമൊന്നുമില്ല. മാത്രമല്ല, നിങ്ങൾ ഈ പറയുന്ന പോലെ സ്വാതന്ത്ര്യ സമരം എടുക്കുമ്പോൾ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എടുക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന എത്ര ഹിന്ദുക്കളതിലുണ്ട്? അതിൽ നിങ്ങൾ വേണം മുസ്ലിം നാമാരി എണ്ണം ഞാൻ പറയാലോ വേണമെങ്കിൽ അതെങ്കിലും ആലോചിക്കണ്ടേ എന്നന്ന് പറഞ്ഞ്. അപ്പോൾ അവർ നിങ്ങൾ അനുഭവിക്കും, ഞാൻ അനുഭവിക്കാം. കാരണം ഞാൻ എത്ര വർഷം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ ഞാൻ പോകുന്നു. എനിക്ക് വേറെ ഒന്നും വേണ്ട, ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഈ 45 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വെല്ലുവിളിക്കും. അതുകൊണ്ട് തന്നെയല്ലേ ഒരുത്തം പറ, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ടോ? പല രീതിയിലും ഓഫർ ചെയ്തിട്ടുണ്ട്. എന്താ വേണ്ടത് എനിക്ക് എളുപ്പമുള്ള എന്താ വേണ്ടത് അങ്ങനെ അല്ല, അത് കുറ്റം പറയല്ല, അതൊരു സൗഹാർദ്ദ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറേ നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് സ്തുതിഗീതങ്ങൾ പാടുന്ന ആൾക്കാർ നോക്കുക. ഇപ്പം എന്താ, ഇപ്പോൾ മുമ്പൊക്കെ ആർട്ടിസ്റ്റിൻ്റെ കൂടെ ആരെങ്കിലും നടക്കുമോ? ഇപ്പോൾ സിനിമയിലത്തെ ഒരു 4-5 സംഘം പോലെ. ഇപ്പോൾ മമ്മൂട്ടിയുടെ ഒക്കെ ഇടതും വലതും പുറകിലും മുമ്പിലൊക്കെ എത്ര പേരുണ്ടായിരിക്കും, ബോഡി ഗാർഡ് പോലെ. അങ്ങനെ ഇവർക്ക് അത് വിട്ട് സങ്കല്പിക്കാൻ പറ്റില്ല. എനിക്ക് വിഗില്ല, എൻ്റെ നരയണത്, ഇതാണ് എൻ്റെ രൂപം. ഇവരുടെതൊക്കെ മാറ്റിക്കഴിഞ്ഞാലോ നമ്മൾ ഇവരെ ആരാധിക്കുന്നത്, സ്നേഹിക്കുന്നത് രൂപം കൊണ്ടും അഭിനയം കൊണ്ടും മാത്രമാണ്. എന്തുവരുടെ രൂപം? ഈ വിഗൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റമുണ്ടായിരിക്കും എന്ന് ആലോചിക്കണം. അങ്ങനെയാണ് ഇവരുടെ മനസ്സ് ഇവർ സൂക്ഷിക്കുന്നത്. കോടാനുകോടി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കില്ലേ, ഇതെന്തിന്?